ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്. ഓക്കെ, അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്തോ പഠിച്ചല്ലോ. അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചല്ലോ? ഏതായിരുന്നു? വാട്ടർ പൊല്യൂഷൻ കഴിഞ്ഞ പാടെ നമ്മൾ പഠിച്ചത് പഠിച്ചത് സീറോ വേസ്റ്റ് കൺസെപ്റ്റ് എന്നുള്ളതിന് പഠിച്ചില്ലേ? വേസ്റ്റ് മാനേജ്മെന്റില് സീറോ വേസ്റ്റ് കൺസെപ്റ്റ് പഠിച്ചില്ലേ? ഇല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, 3R കൺസെപ്റ്റ് പഠിച്ചില്ലേ? എന്താ 3R കൺസെപ്റ്റ് എന്ന് പറയുന്നത്? എന്തായിരുന്നു 3R കൺസെപ്റ്റ്? 3R മീൻസ് എന്താ 3R കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്? പറ വിഷ്ണു, കേൾക്കാൻ പറ്റുന്നില്ലേ? പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു. 3R കൺസെപ്റ്റ് എന്തായിരുന്നു? 3R റീസൈക്കിൾ, അതെ, റീയൂസ്. അങ്ങനെയാണോ? ഇതിന്റെ ഒരു ഓർഡറിൽ പറഞ്ഞേ, ഒരു പ്രയർ ആയിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞേ. റീയൂസ്, റീസൈക്കിൾ. അങ്ങനെയാണോ? അങ്ങനെയാണോ തുടങ്ങുന്നത്? റെഡ്യൂസ് ആദ്യം എന്താ ചെയ്യേണ്ടത്? റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരില്ല വേണ്ടത്. റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ആ ഒരു ഓർഡർ തന്നെ പഠിക്കണം കേട്ടോ. റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ആ ഒരു ഓർഡർ തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടാണ് അല്ലെ? പറഞ്ഞേ ഡൊമിനിക്. ഡൊമിനിക് പറഞ്ഞേ. ഡൊമിനിക്, ഓക്കെ. എന്തായിരുന്നു ഗ്ലോബൽ വാർമിങ്ങിന്റെ ഡെഫിനിഷൻ? പറഞ്ഞ എന്താ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്? എർത്ത് സർഫസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത്. എന്താ ശരിക്കും ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ ഹൗസ് എഫക്ട്. അതൊന്നല്ല ഞാൻ ചോദിച്ചത്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും മൊത്തത്തിൽ എന്ത് പറയാം? ഒരു സെന്റൻസിൽ എന്ത് പറയാം? ഗ്ലോബൽ വാർമിംഗ് എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ആ പേരിൽ തന്നെ ഉണ്ട് ഗ്ലോബൽ വാർമിംഗ് എന്താന്നുള്ളത്. എർത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെയാ? ഓക്കെ, എർത്തിന്റെ ടെമ്പറേച്ചർ അല്ലെ? നമ്മുടെ പ്ലാനറ്റിന്റെ എർത്തിന്റെ സർഫസും അതിന്റെ മുഴുവൻ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാകുന്ന റേസിംഗ് ടെമ്പറേച്ചറിനെയാണെന്ന് പറയാം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ എന്താ പറഞ്ഞത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താന്നുള്ളത് പറഞ്ഞു. ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താന്ന് പറഞ്ഞേ? പറയൂ. ഇൻക്രീസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ഉള്ളതുകൊണ്ട്. അതെ, എങ്ങനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ അതെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് മാത്രമാണ്. അത് എങ്ങനെയുണ്ടത് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് എങ്ങനെയാ പറയുന്നത്? അതിനൊരു ഒരു പ്രോസസ് എങ്ങനെയാന്ന് പറഞ്ഞേ? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്തേ? എങ്ങനെയാ അത് സംഭവിക്കുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എങ്ങനെയാ സംഭവിക്കുന്നത്? ഡീഫോറസ്റ്റേഷനെല്ലാം കൊണ്ട് CO2 അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടിയിട്ട് ക്രമാതീതമായിട്ട് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, കൂടും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമ്മളെ എർത്ത് ചൂടാകുന്നതിനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചത് ഗ്രീൻ ഹൗസ് എഫക്ട്. ഈ ഗ്ലോബൽ വാർമിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് എഫക്ട് എന്താന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്ലേഷ്യേഴ്സ് ഒക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോ അതൊക്കെ അതിന്റെ എഫക്ട്സ് ആണ് ഡൊമിനിക്, അതൊക്കെ അതിന്റെ എഫക്ട്സ് ആണ്. അതായത് ഗ്ലോബൽ വാർമിംഗ് മൂലം എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോ ഗ്ലോബൽ വാർമിംഗ്, അതായത് ചൂടിന്റെ താപനില ഉയർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പൊ ഡൊമിനിക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്ലേഷ്യേഴ്സ് അല്ലെ, താപം, ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ ഗ്ലേഷ്യേഴ്സ് ഒക്കെ ഉരുകിപ്പോകും. ഞാൻ ചോദിക്കുന്നത് എന്താ? ഗ്ലോബൽ വാർമിങ്ങിനെ കാരണമാകുന്ന ഒരു മെയിൻ കോസ് ആണ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. അതായത് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നതാണ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് എഫക്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. റോഷിനി പറഞ്ഞേ. റോഷിനി,
എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഡിഫൈൻ ചെയ്തേ. അത് സൂര്യനിൽ നിന്ന് UV വിസിബിൾ റേസ് ഓക്കെ, യു വി വിസിബിൾ റേസ് ആണോ? ഓക്കെ, യു വി വിസിബിൾ റേ, ഓക്കെ, മുഴുവൻ റേസ്, ഓക്കെ ഓക്കെ, സോളാർ റേസ് എന്ന് പറയാം. ഓക്കെ, UV വിസിബിൾ റേസ് എർത്തിലേക്ക് കടക്കും. ലോങ്ങർ വേവ് ലെങ്തിലുള്ള UV റേസ് എർത്തിലേക്ക് കടന്നിട്ട് തെറ്റിപ്പോയി. ലോങ്ങർ വേവ് ലെങ്ത് ഉള്ളത് ഇൻഫ്രാറെഡ് റേസ് ആണ് കേട്ടോ. ഹീറ്റ് റേഡിയേഷൻ എന്ന് പറയുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനാണ് ലോങ്ങർ വേവ് ലെങ്ത് ഉള്ളത്. ഷോർട്ടഡ് വേവ് ലെങ്ത് ഉള്ളതാണ് UV റേസ്. അത് എർത്തിലേക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ആര്? നമ്മുടെ ഓസോൺ അതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. പക്ഷെ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള, വേവ് ലെങ്ത് കൂടുതലുള്ള ഹീറ്റ് റേഡിയേഷൻസ്, അതായത് ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ വേറൊരു പേരാണ് ഹീറ്റ് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ആ ഹീറ്റ് റേസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിലേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് പറയേണ്ടത്, മാറിപ്പോവരുത് കേട്ടോ. പറയുന്നത് കറക്റ്റ് പഠിക്കണം. ഓക്കെ, പറഞ്ഞോ. അപ്പോ ഇത് ഓസോണിന്റെ ഉള്ളിലേക്ക് എർത്തിലേക്ക് കടന്നതിന് ശേഷം ഈ മറ്റേ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡും വേറെ ഗ്യാസസിന്റെ എല്ലാം കാരണത്തിൽ അത് ട്രാപ്പ് ആവും. ഈ UV റേസ് അതായത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകാൻ അതിനെ അനുവദിക്കില്ല. അപ്പൊ ആര് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും? ഇതുപോലുള്ള ഗ്യാസസിൽ തട്ടിയിട്ട് അത് പിന്നെ എന്ത് ചെയ്യും? എർത്തിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു ട്രാപ്പിങ്ങിനെയാണ്. അപ്പൊ കൂടുതൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഭൂമി എന്ത് ചെയ്യും? ഹീറ്റ് റേഡിയേഷൻസ് ആണല്ലോ. അപ്പൊ നമ്മുടെ സർഫസ് എന്ത് ചെയ്യും? ഹീറ്റ് ആകാൻ തുടങ്ങും അല്ലെ? ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്, ഈ ട്രാപ്പിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇങ്ങനെയുള്ള സോളാർ റേഡിയേഷൻസിനെ ട്രാപ്പ് ചെയ്ത് വെക്കുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നത് മൂലം നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ മൊത്തം ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് എന്തിലേക്ക് കാരണമാകും? ഗ്ലോബൽ വാർമിംഗില് കാരണമാകും. അപ്പം ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു മെയിൻ കോസ് ആയിട്ടാണ് പറയുന്നത്, മെയിൻ കാരണമായിട്ടാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓസോൺ ഡിപ്ലീഷൻ എന്താണെന്നുള്ളത് അല്ലെ? അപ്പൊ അടുത്തത് ആരാ പറഞ്ഞേ? അനുശ്രീ പറഞ്ഞേ. പോട്ടെ, ആദിൽ പറഞ്ഞു. ആദിൽ എന്താണ് പിന്നെ ഓസോൺ ഡിപ്ലീഷൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തേ. ഓസോൺ എന്ന് വെച്ചാൽ ഓസോൺ എന്ന് പറഞ്ഞ ലെയർ ആണ്. അത് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ. ഓക്കെ, നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഏത് ലെയറിലായിരിക്കും ഓസോൺ കൂടുതലായിട്ട് കാണുന്നത്? ആ ലെയറിന് പറയുന്ന പേരെന്താ? സ്ട്രാറ്റോസ്ഫിയർ അല്ല, സ്ട്രാറ്റോസ്ഫിയർ അല്ലെ? ആ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞ ലെയറിൽ കൂടുതലായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഓസോൺ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, ഓസോൺ അത് അൾട്രാവയലറ്റ് റേസിനെല്ലാം റിഫ്ലക്ട് ചെയ്യും. നല്ലോണം വരുന്ന അൾട്രാവയലറ്റ്. പിന്നെ അതായത് നമ്മുടെ സർഫസിലേക്ക് എൻ്റർ ചെയ്യുന്നതിൽ നിന്നും UV റേസിനെ ആര് ബ്ലോക്ക് ചെയ്യും? ഓസോൺ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അതിന്റെ ഡിപ്ലീഷൻ പറയണ്ടേ? ഓക്കെ, ഓസോൺ ഡിപ്ലീഷൻ ആണ് പറയേണ്ടത്. ഇപ്പൊ എങ്ങനെയാ ഓസോൺ ഡിപ്ലീഷൻ എങ്ങനെയാ ഉണ്ടാവുന്നത് എന്നുള്ളതാ പറയേണ്ടത്. അതെ, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ? ക്ലോറൈഡിന്റെ അളവ് കാരണം ഓസോണുമായിട്ട് റിയാക്ഷൻ ചെയ്തിട്ട് അതിന് ഇതാന്നല്ലേ ഹോൾസ് വരുന്നില്ല? ഓക്കെ, അതിന് ഹോൾസ് വരും. അപ്പൊ അതെന്ത് സംഭവിക്കും? ആ ഹോൾസ് വരുന്നതിനാണ്, അങ്ങനെ വരുന്ന ആ ഡാമേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓസോൺ ഡിപ്ലീഷൻ വഴി എന്ത് ചെയ്യും? ഈ UV റേസ് നമ്മുടെ ഭൂമിയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സാധ്യത കൂടുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്, ഇനിയിപ്പോ നിങ്ങൾക്ക് 2 സെഷൻസും കൂടിയാണ് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാർബൺ ക്രെഡിറ്റ്സ് ആൻഡ് കാർബൺ ട്രേഡിംഗ്. ഞാൻ കാർബൺ ക്രെഡിറ്റ്സ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ട്? വിസിബിൾ ആണത്? സ്ക്രീൻ വിസിബിൾ ആണോ? ഹലോ, സ്ക്രീൻ വിസിബിൾ ആണോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. ഓക്കെ.
അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കാർബൺ ക്രെഡിറ്റ്സ് ആൻഡ് കാർബൺ ട്രേഡിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ടോപ്പിക്സ് ആണ്, കാർബൺ ക്രെഡിറ്റ്സ് ആൻഡ് കാർബൺ ട്രേഡിംഗ്. അപ്പൊ കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയോ അത് കേട്ടതുപോലെ ഉണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാർബൺ ക്രെഡിറ്റ്സ് എവിടെയാ നമ്മൾ മെൻഷൻ ചെയ്തത്? കാർബൺ ക്രെഡിറ്റ്സിനെ കുറിച്ച് നമ്മൾ എവിടെയാ മെൻഷൻ ചെയ്തത്? പറഞ്ഞേ, ആൻസറി പറഞ്ഞേ. നമ്മൾ എവിടെയായിരുന്നു കാർബൺ ക്രെഡിറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അനുശ്രീ പറ. നമ്മൾ കാർബൺ ക്രെഡിറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ ലാസ്റ്റ് സെഷൻ ആയപ്പോൾ നമ്മൾ കാർബൺ ക്രെഡിറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനിയും സെക്കൻഡ് മൊഡ്യൂളിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നുള്ളത്. എവിടെയായിരുന്നു കാർബൺ ക്രെഡിറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? ഏത് ടോപ്പിക്കിലായിരുന്നു? പറ. ഫസ്റ്റ് മൊഡ്യൂളിൽ ഏത് ടോപ്പിക്കിലായിരുന്നു നമ്മൾ കാർബൺ ക്രെഡിറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പറയോ, അറിയോ? ഓർമ്മയില്ല. റോഷ്നി പറഞ്ഞേ, എവിടെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ പൊല്യൂഷന്റെ സമയത്താണോ പഠിച്ചത്? അല്ല. എവിടെയായിരുന്നു നമ്മൾ കാർബൺ ക്രെഡിറ്റ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കാർബൺ ക്രെഡിറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെക്കാനിസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം പഠിച്ചിട്ടില്ലേ? ഹലോ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്? ഡെവലപ്ഡ് കൺട്രിയും ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അറേഞ്ച്മെന്റ് ആണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. എന്തിനു വേണ്ടി? അല്ലെ, അതൊരു പ്രൊജക്ട്, അതായത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോലുള്ള ഇങ്ങനെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യാ, റെഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റും ഒരു ഡെവലപ്ഡ് കൺട്രീസും ആയിട്ടുള്ള അവരും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെ? അപ്പൊ അവർക്ക്, അതായത് ഇങ്ങനെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡെവലപ്പിംഗ് നേഷൻസിലെ ഇങ്ങനെയുള്ള പ്രൊജക്ട്, അതായത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കമ്പനീസുമായിട്ട് ഹൈ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിലെ എന്ത് ചെയ്യും, കമ്പനീസും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അറേഞ്ച്മെന്റ് ഉണ്ട്, അല്ലെ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനെ തടഞ്ഞു വെക്കാനാകുന്നില്ല. പക്ഷെ ഇങ്ങനെ തടഞ്ഞു വെക്കുന്ന, റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്ന കമ്പനീസുമായിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ഫണ്ടിങ് നടത്തും, അല്ലെ? അങ്ങോട്ട് അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെയുള്ള പ്രൊജക്ട്സിലെ, ഇങ്ങനെയുള്ള ഡെവലപ്പിംഗ് നേഷൻസിലുള്ള പ്രൊജക്റ്റിലുള്ള കമ്പനീസ് എന്ത് ചെയ്യും, അവർക്ക് എന്ത് ഷെയർ ചെയ്യും, അവരുടെ ഫണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് അവര് കാർബൺ ക്രെഡിറ്റ്സ് ഷെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലോ, അല്ലെ? ഓർമ്മയില്ലേ? അവര് ഫണ്ട് ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ക്രെഡിറ്റ്സ് ആര് ഇങ്ങനെയുള്ള പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നേഷൻസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം കാർബൺ ക്രെഡിറ്റ്സ് എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, കാർബൺ ക്രെഡിറ്റ്സ് വിസിബിൾ ആണല്ലോ, അല്ലെ? ഓക്കെ, സ്ക്രീൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിലൊക്കെ പറയണം. ഓക്കെ, അപ്പൊ കാർബൺ ക്രെഡിറ്റ്സ്, എ പെർമിറ്റ് ദാറ്റ് അലോസ് എ കൺട്രി ഓർ ഓർഗനൈസേഷൻ ടു പ്രൊഡ്യൂസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് കാർബൺ എമിഷൻസ് വിച്ച് ക്യാൻ ബി ട്രേഡഡ് ഇഫ് ദ ഫുൾ അലവൻസസ് ഈസ് നോട്ട് യൂസ്ഡ്. ഇപ്പൊ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു പെർമിഷൻ ആണ്, ഒരു സർട്ടിഫിക്കറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാ? അത് കാർബൺ, അതായത് ഏതൊരു കമ്പനീസും, അല്ലെ, അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് എമിറ്റ് ചെയ്യാൻ, എമിഷന് അലോ ചെയ്തുകൊണ്ടുള്ള ഒരു പെർമിഷനെയാണ് എന്ത് പറയുന്നത്, കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ പ്രൊഡക്ട്സ് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് കൂടുതലായിട്ടും ഫാക്ടറീസിൽ നിന്നൊക്കെ കൂടുതലായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാനുള്ള കാരണമാകാറുണ്ട്, അല്ലെ? നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂട്ടഡ് ആകാനുള്ള കാരണമാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ, അല്ലെ? ഈ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് തന്നെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നിട്ടുള്ളത്.
ആണല്ലോ. എല്ലാ രാജ്യങ്ങളും കൂടി ക്യോട്ടോ പ്രോട്ടോകോള് നിലവിൽ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്തിനാ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറച്ചു കൊണ്ടുവരുന്നത്? എന്തിനാ അത് റെഡ്യൂസ് ചെയ്യുന്നത്? അതായത് ഗ്ലോബൽ വാർമിങ്ങിന് മെയിൻ ഒരു കാരണക്കാരനാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്ന് പറയുന്നത്. 80% കൂടെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ് അല്ലെ. അറ്റ്മോസ്ഫിയറിലുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതലായിട്ട് നമ്മൾ എന്തിന് കാരണമാകുന്നത്? ഈ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ക്യോട്ടോ പ്രോട്ടോകോള് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്തിനാ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറച്ച് റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോള് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോളിൽ ഒരു ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും അതിന്റെ ഒരു ഭാഗവത്താണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ആ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്ന ഒരു മെക്കാനിസം ആണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. അതായത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏറെക്കുറെ റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു അപ്രോച്ചാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് അവിടെയാണ് വരുന്നത്. കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് അതായത് അവർക്ക് ഒരു കമ്പനിക്ക് ഇത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു പെർമിഷൻ, ആ ഒരു സർട്ടിഫിക്കറ്റിനെയാണ് എന്ത് പറയാ? കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ ക്രെഡിറ്റ് and a certificate showing that a government or company has paid to have a certain amount of carbon dioxide removed from the environment. അപ്പൊ എന്ത് ചെയ്യുന്നത്? അത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു പ്രൊജക്ട്, നമ്മുടെ ഇപ്പം വിൻഡ് മില്ലൊക്കെ പോലെയുള്ള പ്രൊജക്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ അളവ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും പരമാവധി കുറച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, വിൻഡ് മിൽ പ്രൊജക്ട്സ് ഒക്കെ അറിയാലോ. ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന വിൻമില്ലൊക്കെ അറിയാലോ. അപ്പം ഇങ്ങനെയുള്ളത് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കമ്പനി, ഒരു ഇൻഡസ്ട്രി, അപ്പൊ അവരുടെ ഇൻഡസ്ട്രി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ കൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു 3-4 ട്രീസ് അവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അവരുടെ കമ്പനിക്ക് ചുറ്റും അവരെന്ത് ചെയ്യുന്നുണ്ട്? ട്രീസ് മുഴുവനായിട്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുറത്തേക്ക് തള്ളുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതലായിട്ടും ആര് അബ്സോർബ് ചെയ്തോളും? ഈ ട്രീസ്, ചുറ്റുമുള്ള ട്രീസ് അത് അബ്സോർബ് ചെയ്തോളും. ഓക്കെ, അപ്പൊ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇങ്ങനെയുള്ള ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഈ അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നതിനെ അവർക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് വാല്യൂ ചെയ്ത് ഇത് സർട്ടിഫൈ ചെയ്ത് ഒരു നമ്മുടെ ഗവൺമെന്റോ ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്ന ടീംസ് അങ്ങനെ അതിനു വേണ്ടി ഇങ്ങനെ ഇത് വാല്യുവേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ, ആ ഒരു സർട്ടിഫിക്കേഷനെയാണ് എന്ത് പറയുന്നത്? കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചു കൊണ്ടുവരാൻ ഈ കമ്പനി സഹായിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് അവർ എന്ത് കൊടുക്കും? ഒരു കാർബൺ ക്രെഡിറ്റ്സ് കൊടുക്കും. ഓക്കെ, 1 കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 ton of carbon dioxide or its equivalent greenhouse gas is an entailed സർട്ടിഫിക്കറ്റ്. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല് 1 ton ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യാനുള്ള പെർമിഷൻ ആണ്. ഓക്കെ, അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്കൊരു കമ്പനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു കമ്പനി അവരുടെ ഇൻഡസ്ട്രി ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ അവരുടെ ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവിനെ കുറക്കാനുള്ള പ്രൊജക്ട്സും കൂടി അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അവർ അങ്ങനെ ഒരു അപ്രോച്ച് അതിന്റെ കൂടെ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ്സ് കൊടുക്കും. അതായത് ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് 1 ടണ്ണോളം കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ആണ് അവർക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, അതായത് കമ്പനീസ് ഇങ്ങനെ അവർക്ക്, അതായത് അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി അല്ലെ, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നതെങ്കിൽ, അവരുടെ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ കുറക്കാൻ അവർ സഹായിക്കുന്നുണ്ടെങ്കിൽ
എന്ത് ചെയ്യും, ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് അവർക്കൊരു കാർബൺ ക്രെഡിറ്റ്സ് കൊടുക്കും. അതായത് അവർ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാനുള്ള പ്രൊജക്ട് അവർ ചെയ്യുന്നത് അനുസരിച്ചുള്ള കാർബൺ ക്രെഡിറ്റ്സ് അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 1 ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ, അവരുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതെങ്കിൽ, അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവർ 1 ടണ്ണോളം കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കാർബൺ ക്രെഡിറ്റ് കൊടുക്കും. ഓക്കെ, അങ്ങനെ എത്രമാത്രം കുറക്കുന്നു അത്രമാത്രം കാർബൺ ക്രെഡിറ്റ്സ് ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കേഷൻ, ഇങ്ങനെ ഒരു പെർമിഷൻ അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ആ പെർമിഷനെയാണ് എന്ത് പറയുന്നത്, കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. ഈ പെർമിഷൻ അവർക്ക് കിട്ടുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാല് അതാണ് നമുക്ക് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ വരുന്നത്. ഇങ്ങനെ ഒരു കമ്പനിക്ക് ഇങ്ങനെ ഒരു കാർബൺ ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ അതുകൊണ്ടുള്ള നേട്ടം എന്ന് വെച്ചാല്, അവർക്ക് ഈ ഡെവലപ്ഡ് കൺട്രീസിലുള്ള കമ്പനീസ് ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവർ ഇതിനെക്കുറിച്ചൊന്നും ബോധേഡ് ആവുന്നുണ്ടാവില്ല. അതായത് എല്ലാ രാജ്യങ്ങളും എന്താണ്, ഈക്വൽ പ്രയോറിറ്റി ഉണ്ട് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ, ഈക്വൽ പ്രയോറിറ്റി ഉണ്ട് എല്ലാ രാജ്യങ്ങൾക്കും. പക്ഷെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നേഷൻസ്, ഹൈ ഡെവലപ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ഒന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഇങ്ങനെ ഇതിനെക്കുറിച്ച് ബോധേഡ് ആവുന്നുണ്ടാവില്ല. അവർക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാനുള്ളതിനെ കുറിച്ചൊന്നും അവർ ബോധേഡ് ആവുന്നില്ല. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും വേണം. ഒരു വർഷത്തിനിടയ്ക്ക് ഇത്ര കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് അതിന്റെ എമിഷൻ കുറച്ചു കൊണ്ടുവരാനുള്ള ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ടാർഗറ്റ്സും ഉണ്ടാവും. അപ്പൊ അവര് നേരിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഇതിനെക്കുറിച്ച് ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ കമ്പനീസുമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അവരെന്ത് ചെയ്യാം, അവർക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ കാർബൺ ക്രെഡിറ്റ്സ് കിട്ടിയ കമ്പനീസിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഹൈ ഡെവലപ്ഡ് ആയിട്ടുള്ള കമ്പനീസിന് എന്ത് ചെയ്യാം, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ആ ഫണ്ടിൽ അവർക്ക് ഇങ്ങനെയുള്ള കമ്പനീസിന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്ത കമ്പനീസ് എന്ത് ചെയ്യും, ഈ കിട്ടിയ കാർബൺ ക്രെഡിറ്റ്സ് ഇങ്ങനെയുള്ള കമ്പനീസിന് ഷെയർ ചെയ്യും. അവർക്ക് കിട്ടിയ ഫണ്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ക്രെഡിറ്റ്സ് ആര് ഇവർക്ക് ഷെയർ ചെയ്യും, ഈ കമ്പനീസ് ഹൈ ഡെവലപ്ഡ് കമ്പനീസിലേക്ക് എന്ത് ചെയ്യും, ഇവരുടെ കാർബൺ ക്രെഡിറ്റ്സ് അവർ തന്ന ഫണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ക്രെഡിറ്റ്സ് അവര് ഷെയർ ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ കാർബൺ ക്രെഡിറ്റ്. അതായത് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഒക്കെ അണ്ടറിൽ വരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനെ കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു ഇന്നോവേഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ കാർബൺ ക്രെഡിറ്റ് എന്താണെന്നുള്ളത് വരുന്നത്. അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ഒരു പെർമിഷൻ ആണ്. കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പെർമിഷൻ ആണ്. എന്തിനു വേണ്ടി, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ കുറച്ച് കൊണ്ടുവരുമ്പോൾ കമ്പനീസിന് കൊടുക്കുന്ന ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് ഈക്വലന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരാൾക്ക് ഒരു കാർബൺ ക്രെഡിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അയാൾ 1 ടണ്ണോളം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ചു, അല്ലെ, കുറച്ചു. അത്രയും അവർക്ക് ഒരു ബെനിഫിറ്റ്സ് ഉണ്ടായി, അത്രയും ടാർഗറ്റ്സ് അവർ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് ഒരു കാർബൺ ക്രെഡിറ്റ് കിട്ടി എന്നുള്ളതിന് മീനിങ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇഫ് എ സിമെന്റ് മാനുഫാക്ചറർ റെഡ്യൂസസ് ഇറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ബൈ 1 ടൺ ബൈ അഡാപ്റ്റിംഗ് സം ചേഞ്ചസ് ഇൻ ടു ഇറ്റ്സ് പ്രോസസ് ഓർ ബൈ എനി അതർ മീൻസ്. അതായത് ഒരു സിമെന്റ് മാനുഫാക്ചറർ, ഒരു സിമെന്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്ത് ചെയ്തു, അവരുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ ഒരു 1 ടൺ ആയിട്ട് കുറച്ചു എന്ന് വിചാരിക്കാം, ബൈ അഡാപ്റ്റിംഗ് സം ചേഞ്ചസ് ഇൻ ടു ഇറ്റ്സ് പ്രോസസ്. അപ്പൊ പല കാര്യങ്ങളും അവരുടെ പ്രോസസ്സിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ട് അവരിങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻസ് അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നത് ഒരു 1 ടൺ ആയിട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ, സേ ജസ്റ്റ് ബൈ പ്ലാന്റിംഗ് സം ട്രീസ് അറൌണ്ട് ഇറ്റ്സ് പ്ലാന്റ്സ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അവരുടെ ചുറ്റും എന്ത് ചെയ്യാ, അവരുടെ ആ കമ്പനിക്ക് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൂടുതൽ പ്ലാന്റ്സ് ഒക്കെ ട്രീസ് ഒക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനെ കുറച്ചുകൊണ്ടുവരാൻ പറ്റും. ഇറ്റ് ഈസ് അവോർഡഡ് 1 കാർബൺ ക്രെഡിറ്റ്സ്. അപ്പൊ അവര് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പൊ എന്ത് കിട്ടും, 1 കാർബൺ ക്രെഡിറ്റ് കിട്ടി. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ?
അതായത് എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു സിമെന്റ് മാനുഫാക്ചറർ, സിമെന്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരുടെ പ്രോസസ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിന് കുറച്ചു കൊണ്ടുവരിക. 1 ടണ്ണായിട്ട് അവർ കുറച്ചു കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക. അതായത് കൂടുതൽ അവരുടെ കമ്പനിക്ക് ചുറ്റും കൂടുതലായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താകും, ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനെ കൂടുതലായിട്ട് നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും അല്ലെ. ഈ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആര് അബ്സോർബ് ചെയ്തോളും? ട്രീസ് അബ്സോർബ് ചെയ്തോളും. അപ്പൊ ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരു 1 ടൺ ആയിട്ട് അവർക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ 1 ടൺ കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് 1 കാർബൺ ക്രെഡിറ്റ് ആയിരിക്കും. ദിസ് കാർബൺ ക്രെഡിറ്റ് ക്യാൻ ബി സോൾഡ് ടു എനി ഇൻഡസ്ട്രി. അപ്പൊ ഇത് എന്ത് ചെയ്യാം, ഈ കാർബൺ ക്രെഡിറ്റ് അവർക്ക് എന്ത് ചെയ്യാം, ഈ കാർബൺ ക്രെഡിറ്റ് അവർക്ക് വിൽക്കാം. ആർക്ക്? ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ആയിട്ട് അവർക്ക് വിൽക്കാം. അലോവിങ് ഇറ്റ് ടു എമിറ്റ് 1 എക്സ്ട്രാ ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദാൻ ഇറ്റ്സ് അലോവബിൾ ലിമിറ്റ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ കാർബൺ ക്രെഡിറ്റ് അവർക്ക് കിട്ടിയ കാർബൺ ക്രെഡിറ്റ് അവർ വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ആയിട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ പൈസക്ക് വേണ്ടി വിൽക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കമ്പനിക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഫണ്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്, കാർബൺ ക്രെഡിറ്റ് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നൈക്ക് എന്ന് പറയുന്ന അറിയാലോ, നൈക്ക് എന്നൊക്കെ പറയുന്ന നിങ്ങൾക്ക് കമ്പനി, വലിയ കമ്പനീസ് ഒക്കെ ഹാസ് സോൾഡ് എമിഷൻ റിഡക്ഷൻ ക്രെഡിറ്റ്സ് ഈക്വലിംഗ് 1,10,000 to the യൂട്ടിലിറ്റി കമ്പനി എൻറ്റോർജി. അപ്പം ഇങ്ങനെയുള്ള നൈക്കൊക്കെ അവർക്ക് ഇങ്ങനെ 1,00,000 ടൺസ് അവര് വിറ്റിട്ടുണ്ടെന്ന് പറയുന്നത്. എൻറ്റോർജി ഓൾസോ പർച്ചേസ്ഡ് കാർബൺ ക്രെഡിറ്റ്സ് ഫ്രം ഡിപ്പോണ്ട് ആൻഡ് ഷെൽ. അപ്പൊ ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസ് ഒക്കെ ഇങ്ങനെയുള്ള ഷെയർ നടത്തുന്നുണ്ട്. കാർബൺ ക്രെഡിറ്റ്സ് വിൽക്കുന്നതും വാങ്ങുന്നതൊക്കെ പോലുള്ള കാര്യങ്ങൾ ഇവരൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ തന്നെ അതർ കമ്പനീസ് ഡീലിംഗ് ഇൻ കാർബൺ ക്രെഡിറ്റ്സ് ഇൻക്ലൂഡ് എക്സ്പീഡിയ. അപ്പൊ കുറെ കമ്പനീസിന്റെ പേരാണ് ഈ കാർബൺ ക്രെഡിറ്റ്സ് അങ്ങോട്ട് ഡീല് ചെയ്യുന്ന കുറച്ച് കമ്പനീസിന്റെ പേരാ പറയുന്നത്. എക്സ്പീഡിയ, ഹോൾ ഫുഡ്സ് ആൻഡ് ഹൈനീസ് ഇന്റർനാഷണൽ തുടങ്ങിയ കമ്പനീസ് ഒക്കെ ഇങ്ങനെയുള്ള കാർബൺ ക്രെഡിറ്റ്സ് ഡീലിംഗ്സ് നടത്താറുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി ഹൗ ടു അക്യൂർ കാർബൺ ക്രെഡിറ്റ്സ്, ഇങ്ങനെയാണ് ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യാന്നുള്ളത്, അക്യൂർ ചെയ്യാന്നുള്ളത്. ദർ ആർ 3 മെക്കാനിസം ദാറ്റ് എനേബിൾ കൺട്രീസ് ഓർ ഓപ്പറേറ്റർ ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ടു അക്യൂർ ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡക്ഷൻ ക്രെഡിറ്റ്സ്. അപ്പം ഇങ്ങനെ ഡെവലപ്ഡ് നേഷൻസിന് ഇങ്ങനെ കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യാനുള്ള 3 കാര്യങ്ങളാണ് പറയുന്നത്. 3 മെക്കാനിസത്തിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒന്ന് നമുക്കറിയാം ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് എ ഡെവലപ്ഡ് കൺട്രി വിത്ത് റിലേറ്റീവ്ലി ഹൈ കോസ്റ്റ് ഓഫ് ഡൊമസ്റ്റിക് ഗ്രീൻ ഹൗസ് റിഡക്ഷൻ വുഡ് സെറ്റപ്പ് എ പ്രൊജക്ട് ഇൻ അനദർ ഡെവലപ്ഡ് കൺട്രി. അപ്പൊ എന്ത് ചെയ്യാം, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്ഡ് കൺട്രി എന്ത് ചെയ്യാം, അവർക്ക് കൂടുതലായിട്ട് ഗ്രീൻ ഹൗസ് റിഡക്ഷൻ ഉണ്ടെങ്കിൽ, ഹൈ കോസ്റ്റ് ഓഫ് ഡൊമസ്റ്റിക് ഗ്രീൻ ഹൗസ് റിഡക്ഷൻ, അപ്പൊ അവർക്ക് കൂടുതലായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അതേപോലെ വേറൊരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കുറച്ച് കൊണ്ടുവരാനുള്ള വേറൊരു പ്രൊജക്ട് അവരെന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? വേറൊരു ഡെവലപ്ഡ് കൺട്രിയിൽ അവരെന്ത് ചെയ്യുക, ഇതുപോലുള്ള ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അതിനാണ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം നമ്മൾ പറഞ്ഞത് തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷെയറിനുള്ള ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചതാണ്. ദെൻ ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. Countries can trade in the international carbon credit market to cover their shortfall in allowances. അപ്പൊ എന്ത് ചെയ്യാ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും, കാർബൺ ക്രെഡിറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റും. കൺട്രീസ് വിത്ത് സർപ്ലസ് ക്രെഡിറ്റ്സ് ക്യാൻ സെൽ ദം ടു കൺട്രീസ് വിത്ത് ക്വാണ്ടിഫൈഡ് എമിഷൻസ് ലിമിറ്റേഷൻ ആൻഡ് റിഡക്ഷൻ അണ്ടർ ദി ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്ന ഇങ്ങനെയുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാർബൺ ക്രെഡിറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ഈ ട്രേഡ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ അല്ലെ, ഈ ലാഭനഷ്ടങ്ങളൊക്കെ വരുന്ന ട്രേഡ് ഷെയർ ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാർബൺ ക്രെഡിറ്റ്സിനെ ഒരു ട്രേഡ് ചെയ്യാൻ തന്നെ പറ്റും. അപ്പൊ ഇങ്ങനെ അച്ചീവ് ചെയ്ത കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്ത കമ്പനീസ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇങ്ങനെ ഈ അച്ചീവ് ചെയ്ത കാർബൺ ക്രെഡിറ്റ് അവർ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഈ കാർബൺ ക്രെഡിറ്റ്സ് അത്യാവശ്യമുള്ള കമ്പനീസുമായിട്ട് അവർക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ 3
മെക്കാനിസത്തിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യാം. ഒന്ന് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, സെക്കൻഡ് എന്ന് പറയുന്നത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, തേർഡ് വൺ എന്ന് പറയുന്നത് ട്രേഡിംഗ് ആയിട്ട്. ഓക്കെ, ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫിഗർ ഒക്കെ നമ്മൾ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലാത്ത കമ്പനീസ് ഹൈ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എന്ത് ചെയ്യുക, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ഇതുപോലെയുള്ള വിൻമില്ലൊക്കെ പോലെയുള്ള പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കമ്പനീസിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന കാർബൺ ക്രെഡിറ്റ്സ് അവരെന്ത് ചെയ്യുക, ഇവർക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനീസുമായിട്ട് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണെന്ന് പറയുന്നത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേർ ഡു കാർബൺ ക്രെഡിറ്റ്സ് കം ഫ്രം? കാർബൺ ക്രെഡിറ്റ്സ് കംസ് ഫ്രം GHG എമിഷൻ റിഡക്ഷൻ പ്രൊജക്ട് ദാറ്റ് ഡെലിവർ മെഷറബിൾ റിഡക്ഷൻ ഇൻ എമിഷൻ ബൈ എയ്തർ replacing the use of conventional fossil fuels with renewable energy. അപ്പൊ നമുക്ക് ഇതൊക്കെ എങ്ങനെ കുറച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ ഇതൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? എങ്ങനെയാ നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ എന്ത് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? കൺവെൻഷണൽ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ യൂസ് ചെയ്യുക അല്ലെ. റീപ്ലേസിംഗ് ദ യൂസ് ഓഫ് കൺവെൻഷണൽ ഫോസിൽ ഫ്യൂൽസ് വിത്ത് റിന്യൂവബിൾ എനർജി. റീയൂസ് ചെയ്യാൻ പറ്റുന്ന റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താ റീയൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി അല്ലെ. പിന്നെ ഒന്നും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിന്യൂവബിൾ എനർജി ആയിട്ട് ഈ കൺവെൻഷണൽ ഫോസിൽ ഫ്യൂൽസിനെയൊക്കെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ അതൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ റെഡ്യൂസിംഗ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ത്രൂ എനർജി എഫിഷ്യൻസി. എന്ത് ചെയ്യാം, ഫോസിൽ ഫ്യൂൽസിന്റെ ഒക്കെ എനർജി എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ ക്യാപ്ചറിങ് ആൻഡ് സ്റ്റോറിങ് ഓൾറെഡി റിലീസ്ഡ് കാർബൺസ് ഇൻ ട്രീസ് ആൻഡ് അതർ പ്ലാന്റ്സ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ട്രീസിന്റെ ആ പ്രോസസ്, അതായത് കാർബൺ നമ്മുടെ ട്രീസിലൊക്കെ നമുക്ക് ഇങ്ങനെ കൂടുതൽ, അതായത് ട്രീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യുക, അതിന് തന്നെ പറയുന്നത് കൂടുതൽ ട്രീസ് പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നതും കൂടിക്കൊണ്ടുവരും അല്ലെ, അതിന്റെ എമൗണ്ടും കൂടി വരും. അപ്പൊ അങ്ങനെ കൂടുതലായിട്ട് പ്ലാന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ട്രീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ദെൻ അപ്പൊ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ചിട്ട് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാനുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, 3 പ്രോസസ്സാണ്, 3 മെക്കാനിസംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആൻഡ് ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. ഈ 3 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജോയിന്റ് ഇംപ്ലിമെന്റേഷനും ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസവും ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്, ഈ 3 മെക്കാനിസത്തിലൂടെയാണ് കാർബൺ ക്രെഡിറ്റ്സ് വേറെ കമ്പനീസിന് അല്ലെങ്കിൽ കൺട്രീസിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, ഈ 3 മെക്കാനിസത്തിലൂടെ. ഓക്കെ, ദെൻ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഹലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ കാർബൺ ട്രേഡിങ്. അപ്പൊ കാർബൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു സ്കീം, ഈ കാർബൺ ക്രെഡിറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്കീമിനെയാണ് എന്ത് പറയാ, കാർബൺ ട്രേഡിംഗ് എന്ന് പറയാം. അത്രേ ഉള്ളൂ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്കീംസ് ഉണ്ടാവുമല്ലോ. ആ സ്കീമിനെയാണ് എന്ത് പറയുന്നത്, കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. കാർബൺ എമിഷൻ ട്രേഡിംഗ് ഈസ് എമിഷൻസ് ട്രേഡിംഗ് സ്പെസിഫിക്കലി ഫോർ കാർബൺ ഡയോക്സൈഡ് and currently makes up the bulk of emission trading. അപ്പം ഈ കാർബൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒന്നാണ് ട്രേഡ് ചെയ്യാന്നുള്ളത്, ഈ കാർബൺ ക്രെഡിറ്റ്സ് ട്രേഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള സ്കീമിനെയാണ് എന്ത് പറയുന്നത്, കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു സ്കീമിനെയാണ് എന്ത് പറയുന്നത്, കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, അറ്റ്മോസ്ഫിയറിൽ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു, അതായത് കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിനെയാണ് എന്ത് പറയാ, കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ദിസ് ട്രേഡ് ഈസ് കോൾഡ് കാർബൺ ഓഫ്സെറ്റ് ഓർ കാർബൺ ക്രെഡിറ്റ്സ്. അപ്പം ഇങ്ങനെ ഈ കാർബൺ ട്രേഡിങ് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അവര് ഒരു സ്പെസിഫിക് ആയിട്ടൊരു പേര് പറയും.
എത്രത്തോളം അളവ് അവർ കുറച്ചു കൊണ്ടുവന്നു എന്നുള്ളത് ആ ഒരു അളവിനെ പറയുന്ന പേരാണ് കാർബൺ ഓഫ്സെറ്റ് ഓർ കാർബൺ ക്രെഡിറ്റ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ 1 ടൺ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ 1 കാർബൺ ക്രെഡിറ്റ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിന് കാർബൺ ഓഫ്സെറ്റ് എന്ന് പറയും. കുറച്ചു കൊണ്ടുവരുന്നതിന് പറയുന്നതാണ് കാർബൺ ഓഫ്സെറ്റ്. അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നതിനാണെന്ന് പറയാ കാർബൺ ഓഫ്സെറ്റ്. ഒന്നെങ്കിൽ കാർബൺ ഓഫ്സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്തു എന്ന് പറയും. 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ 1 കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്തു എന്ന് പറയും. അങ്ങനെയുള്ള ഈ ഒരു മെഷർമെന്റിനെയാണെന്ന് പറയുന്നത്, ഇൻസ്ട്രുമെന്റിനെ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനെയാണെന്ന് പറയാ കാർബൺ ക്രെഡിറ്റ് ഓർ കാർബൺ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഒന്നുകൂടെ അതിന്റെ ഡെഫിനേഷൻ നോക്കാം. Carbon trading is a scheme where firms buy and sell carbon permits as part of a program to reduce carbon emissions. അതായത് ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്കീമാണ് കാർബൺ ക്രെഡിറ്റ് അച്ചീവ് അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഇത്ര പുറത്തേക്ക് കളയാനുള്ള ഒരു പെർമിഷൻ അച്ചീവ് ചെയ്യുന്ന ഒരു സ്കീം, ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്കീമിനെയാണ് എന്ത് പറയാ, സ്കീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഇപ്പൊ കമ്പനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണമെങ്കിൽ പലതരത്തിലുള്ള സ്കീംസ് ഉണ്ടാവും. കാർബൺ ട്രേഡിംഗ് ഉണ്ടാവും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുന്നതും വാങ്ങുന്നതും ഉണ്ടാകും അല്ലെ. അപ്പൊ അതിലുള്ള ഒരു പ്രധാനപ്പെട്ടതാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്, ഒരു സ്കീം. പലതരത്തിലുള്ള സ്കീം ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് ഏത്, കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ ട്രേഡിംഗ് ഈസ് എ സ്കീം വേർ ഫേംസ് എന്ന് പറഞ്ഞാല് കൺട്രീസിന് ബൈ ആൻഡ് സെൽ കാർബൺ പെർമിറ്റ്സ്. അപ്പൊ എന്ത് ചെയ്യാം, കൺട്രീസിന് കാർബൺ പെർമിറ്റ്സ് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു സ്കീം, ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്കീമിനെയാണ് എന്ത് പറയുന്നത്, സ്കീമിനെയാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. യൂഷ്വലി firms are given a certain quota to pollute a certain amount. If they pollute less than their quota, they can sell their spare permits on the market. അപ്പം ഒരു കമ്പനി ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു കമ്പനി കുറച്ച് എമൗണ്ട് ആണ് ഒരു പെർമിഷൻ, ഒരു ടാർഗറ്റ് ഉണ്ടാവും. ഒരു വർഷത്തില് ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ട് ഒരു വർഷത്തില് ഇത്ര മാത്രം ടൈം ആയി തോന്നുന്നു അല്ലെ. ഓക്കെ, ടൈം ആയല്ലോ അല്ലെ. അപ്പൊ നമുക്കെന്നാ ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ, എനിക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാരും പ്രസന്റ് ആണല്ലോ. ശരി കേട്ടോ, താങ്ക് യു.